ഹലോ ഗായ്സ്, 28-ാണായിട്ട് എന്താ പരിപാടി? നമുക്കൊരു പായസം വെച്ചാലോ? നമുക്കൊരു അടിപൊളി കടല പായസം വെക്കാം. അപ്പോൾ നമ്മൾ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉരുളി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ എൻ്റെ അവനിയൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? അവനൊരു വണ്ടിപ്രാന്തനാ, കണ്ടില്ലേ? അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മളെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നമ്മളിതാ ഇനി തേങ്ങ തിരുവാൻ പോവാണ്. നമുക്ക് തേങ്ങാപ്പാൽ വേണം കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ ഉരുളി റെഡിയായി, തേങ്ങ റെഡിയായി, നമ്മുടെ കവറ് പാൽ നമ്മൾ നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, അത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ശർക്കര റെഡിയായിക്കൊണ്ടിരിക്കുവാണ്. ചവ്വരി ഇത് അടുപ്പിലിരിക്കുക. ചവ്വരി ചെറുതായിട്ട് അടി പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ചവ്വരിയിൽ വെള്ളം കുറവാട്ടോ. നമ്മൾ ചവ്വരിയിൽ വെള്ളമൊക്കെ ഒഴിച്ച്, ഇതാണ് നമ്മുടെ കടലപ്പരിപ്പിൻ്റെ പരുവം. ഒരുപാടങ്ങ് ഉടഞ്ഞും പോകണ്ട, എന്നാൽ നന്നായിട്ട് ഉടയുകയും വേണം. ആ ഒരു പരുവം. സംസാരിച്ച് പാല് തിളച്ച് തൂവി പോയത് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ ഫ്ലാഷൊക്കെ അടിച്ചു തരുക. അവനായിട്ടോ ബാക്കി വീഡിയോസൊക്കെ എടുത്ത്. എനിക്കിന്ന് ഡ്രൈവിംഗ് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ റെഡിയാവാൻ പോയ സമയത്തിന് അവനാ ബാക്കിയെല്ലാം എടുത്തത്. അപ്പോൾ നമ്മളിനി തേങ്ങാപ്പാൽ പിഴിയുന്ന പരിപാടിയാണ്. എൻ്റെ തേങ്ങാപ്പാൽ പിഴിയുന്ന സ്കില്ല് കണ്ടിട്ട് എൻ്റെ അമ്മ തന്നെ പറഞ്ഞു, അമ്മ ചെയ്തോളാം, നീ പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് നമ്മളെ കടലപ്പരിപ്പിൻ്റെ പരുവം. ഇത് ഒരുപാടങ്ങ് ഉടഞ്ഞു പോവരുത്. നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു പോകത്തില്ലേ? അങ്ങനെയൊന്നും ഉടഞ്ഞൊന്നും പോകരുത്. നല്ല പരുവത്തിനായിരിക്കും, കുറച്ച് കടിക്കാൻ കിട്ടുന്ന പരുവത്തിനായിരിക്കണം നമ്മുടെ കടല പായസം ഇരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5-6 വിസിൽ കേൾപ്പിക്കുമ്പോൾ നന്നായിട്ടതങ്ങ് ഫൈനായിട്ട് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പ് വെച്ച് തിളപ്പിക്കാൻ തുടങ്ങി. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് തൊണ്ടയ്ക്ക് എന്തോ ഒരു പ്രശ്നം. നമ്മളെ കവറ് പാലാട്ടോ ഈ തിളപ്പിച്ച് വെച്ചേക്കുന്നത്. ഇത് നമ്മളെ 1-ാം പാലും ഇത് 2-ാം പാലും. ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് പിഴിഞ്ഞെടുത്തതാ ഗൈസ്. ഇത് കഷ്ടപ്പാടാണെന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ നമ്മുടെ ശർക്കര അങ്ങനെ നമ്മൾ നിറച്ചതാ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ശർക്കര അത്യാവശ്യം തോനെ എടുക്കണം കേട്ടോ. ശർക്കര നമ്മളൊരു 1/2 കിലോയിൽ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം മായം കണ്ടില്ല, ഇത്രയും വേസ്റ്റാണ് ആ ശർക്കരയ്ക്കകത്തുണ്ടായിരുന്നത്. ഇത് അരിക്കാതെ ഒഴിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ. ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അമ്മ അവിടെ നിന്ന് വഴക്ക് പറയാം കേട്ടോ. ഇളക്കി അത് മറിച്ചിടരുതെന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പായസം അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ആവുന്ന പരുവത്തിൽ നമ്മൾ ഇളക്കി അതിനെ യോജിപ്പിച്ചെടുക്കണം. ശർക്കര പാനിയില്ലേ, കുറച്ച് ടൈം എടുക്കും കേട്ടോ അത് യോജിച്ച് വരാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു കുറുകി വരുന്ന സമയം വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ചൗരിയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം നെയ്യ് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് പാല്, 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ 2-ാം പാലാണല്ലോ ഒഴിക്കുന്നത്. അപ്പോൾ നിറച്ച് നമ്മൾ 2-ാം പാൽ മൊത്തം ഒഴിച്ച് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് അത് കുറുകി വരണം. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല കട്ടിയുള്ള 1-ാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കുറച്ചധികം പണിയുള്ള കാര്യം ഈ കടലപ്പായസം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ. ഇനി നമുക്ക് നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം. നമ്മൾ ചട്ടിയിലോട്ട് നെയ്യ് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് എല്ലാവരുടെയും ഒരു വീക്ക്നെസ് ആണല്ലോ. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പിട്ട് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. അത് നന്നായിട്ട് വരണ്ട് വരുമ്പോഴേ നമ്മൾ മുന്തിരി ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മുന്തിരിയും ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. മുന്തിരി നന്നായിട്ട് പെരുവി വരും. അത് കറക്റ്റായിട്ട് വരണ്ട് വരുമ്പോൾ നന്നായിട്ട് പെരുവി വരും. രാവിലെ ഹൃദയത്തിൻ്റെ ഷൂട്ടിന് വന്നുള്ള വണ്ടി വന്നു കേട്ടോ. അതാ അമ്മേൻ്റെ ഇടയിൽ വണ്ടി വന്നു എന്നൊക്കെ പറയണേ. ഇത് രാവിലെയാണ് ഞാൻ എഡിറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മുടെ ഈ പരിപാടികളൊക്കെ അങ്ങനെ അടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ സെറ്റായി ഗൈസ്. ഇനി നമുക്ക് ചട്ടിയിലോട്ട് എടുത്ത് ഇടേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. എന്നാലും എൻ്റെ അമ്മ അത് ഇളക്കി ഒരു പരുവമാക്കും.
നന്നായിട്ട് അങ്ങോട്ട് ഇളക്ക്. ആ പെട്ടെന്നാവട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പായസത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ പായസം റെഡി ഗൈസ്. ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ പരുവം. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ മിക്സാക്കി നമ്മുടെ പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും കിട്ടിയാൽ അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോകുമെന്ന് പറയുന്നത് കറക്റ്റാട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇന്നലെ അത് കുടിക്കുന്നതും അതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഈ കോലത്തിരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബായ്, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഞാൻ ഓടി സെറ്റിലോട്ട് പോട്ടെ, വണ്ടി വന്നു ഗൈസ്.